ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡയോഡിൻ്റെ ഡിഫറെൻ്റ് ആപ്ലിക്കേഷനിൽ ഒരു ആപ്ലിക്കേഷനായിരുന്നു ക്ലാമ്പർ സർക്യൂട്ട് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് സർക്യൂട്ടുകളായിരുന്നു. എങ്ങനെയാണ് പോസിറ്റീവ് സൈഡിലേക്ക് ക്ലാമ്പ് ചെയ്യുക, നെഗറ്റീവ് സൈഡിലേക്ക് ക്ലാമ്പ് ചെയ്യുക, എങ്ങനെയാണ് ബയാസ് ക്ലാമ്പ് ചെയ്യുക, ഒരു പോർഷൻ മാത്രം ക്ലാമ്പ് ചെയ്യുക, അതുപോലത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഡയോഡിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് സർക്യൂട്ടുകളിൽ വരുന്ന ആപ്ലിക്കേഷൻസ്, ബേസിക് ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കി. അപ്പോൾ ഡയോഡിൻ്റെ നോക്കിയപ്പോൾ നമ്മൾ റെക്ടിഫയർ ഡയോഡിൻ്റെ നോക്കി, സെനർ ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കി. അതൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കുക. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഡയോഡ്സുകളുണ്ട്. അത് സാധാരണ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ എന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക് CSERൻ്റെ ക്വസ്റ്റ്യൻസിനൊന്നും ചോദിക്കാറില്ല. ലൈക്ക് ട്രപ്പാഡ് ഡയോഡ്, ഇമ്പാക്ട് ഡയോഡ്, ടണൽ ഡയോഡ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കാറില്ല. അതൊക്കെ ഹയർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡയോഡ്സുകളാണ്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ പാർട്ടാണ്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ ടേംസിലും ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ട്രാൻസിസ്റ്റർ. ഓക്കെ, നമ്മളൊരു സിമ്പിൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കി പറയുന്നതാണ് ട്രാൻസിസ്റ്റർ എന്ന്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മളൊരു സിമ്പിൾ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു റെക്ടിഫയർ ഡയോഡിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയാം, വേറെ സെനർ ഡയോഡുണ്ട്, ടണൽ ഡയോഡുണ്ട്, പരാക്ടർ ഡയോഡുണ്ട്, അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ജസ്റ്റ് ഒരു ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെമി കണ്ടക്ടർ ഡയോഡാണ്. അതുപോലെ ഒരു ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ് സിമ്പിൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ശരിക്കും അതിനെ വിളിക്കുന്നത് BJT എന്നാണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. എന്തുകൊണ്ടാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് ഇതിനെ വിളിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കറണ്ട് ഫ്ലോ ഡ്യൂ ടു ബോത്ത് കാരിയേഴ്സ്, രണ്ട് പൊളാരിറ്റി ഉള്ള കാരിയേഴ്സ്. ഇതൊക്കെയാണ് രണ്ട് പൊളാരിറ്റി ഉള്ള കാരിയേഴ്സ്. കറണ്ട് ഫ്ലോ ഡ്യൂ ടു both majority and minority carriers. Okay, ചിലപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആവാം, ചിലപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആവാം, ചിലപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആവാം, ചിലപ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആവാം. ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഉണ്ട്. നമുക്ക് ലേറ്റർ ഓൺ നമുക്ക് നോക്കി പോവാം. എന്തുകൊണ്ടാണ് ഈ ട്രാൻസിസ്റ്ററിന് ട്രാൻസിസ്റ്റർ എന്ന് പേര് പറയാൻ കാരണം? വൈ ട്രാൻസിസ്റ്റർ ഈസ് ദിസ് നെയിം? ഇത് രണ്ട് വേർഡുകളുടെ കൂടിച്ചേരലാണ്. ട്രാൻസ്ഫർ റെസിസ്റ്ററിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നത്. റെസിസ്റ്റർ, ഈ രണ്ട് വാക്കിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ റെസിസ്റ്ററാണ് ട്രാൻസിസ്റ്റർ. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നതെന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു BJTനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദർ പൊളാരിറ്റിയാണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ സിമ്പിൾ ട്രാൻസിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ആ സിമ്പിൾ ഒരു ട്രാൻസിസ്റ്ററിനെയാണ് നമ്മൾ BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. Then we can have unipolar junction transistor, UJT. Then we can have FET, field effect transistor. Then we can have MOSFETs. Then we can have SCR, silicon controlled rectifier. It's like that. It's going like that. Different type of ഇതൊക്കെ unipolar ആണ്. ഇത് ബൈപോളാർ ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ പൊളാരിറ്റി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ദിസ്. ഓക്കെ, നമ്മൾ കൂടുതലും പഠിക്കുന്നത് BJTനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. ഓക്കെ,
അപ്പം ഞാൻ പറഞ്ഞു ഈ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ട്രാൻസിസ്റ്റർ പറയുമ്പോൾ തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് അൺലൈക്ക് ഡയോഡ് എന്ന് പറഞ്ഞൊരു 2 ടെർമിനൽ ഡിവൈസ് ആയിരുന്നു. ബട്ട് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇതൊക്കെ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, വി ക്യാൻ ഹാവ് എമിറ്റർ റീജിയൻ, കളക്ടർ റീജിയൻ, ബേസ് റീജിയൻ, ഇങ്ങനെ 3 റീജിയൻസ് ഉണ്ട്. അപ്പം നമുക്ക് ട്രാൻസിസ്റ്റർ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PNP ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN ട്രാൻസിസ്റ്റർ ഉണ്ട്. ഓക്കെ, സോ PNP ട്രാൻസിസ്റ്ററിൽ ഒരു ടൈപ്പ് റീജിയൻ, പി ടൈപ്പ് റീജിയനിൽ സാൻഡ്വിച്ച് ചെയ്തതുപോലെയാണ്. NPN ട്രാൻസിസ്റ്ററിൽ ഒരു പി ടൈപ്പ് റീജിയൻ 2 റീജിയൻ്റെ നടുക്ക് സാൻഡ്വിച്ച് ചെയ്തതുപോലെയാണ് ഇരിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, നമ്മൾ പറയുമ്പം അങ്ങനെ പറയുന്നതേ ഉള്ളൂ. NPN ട്രാൻസിസ്റ്ററിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. കാരണം ഇവിടെ 2 N റീജിയൻസ് ഉണ്ട്. PNPയിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. 2 P റീജിയനുള്ള കാരണം മെജോറിറ്റി ക്യാരിയേഴ്സ്. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ള 3 ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് 3 ലീഡുള്ള ഡിവൈസാണ്. ഐദർ വി ക്യാൻ ഹാവ് PNP ഓർ NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് PNP ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്ററാണ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഇങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. വി നോ ദാറ്റ് ദിസ് ഈസ് N region, this is P region, this is N region, and arrow mark ഉള്ള റീജിയനാണ് എമിറ്റർ റീജിയൻ. ആരോ മാർക്കുള്ള റീജിയനാണ്. ആൻഡ് ദിസ് ആരോ മാർക്ക് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഒരു NPN ട്രാൻസിസ്റ്ററിൽ നിന്ന് പുറത്തേക്കായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. ആൻഡ് ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എമിറ്റർ റീജിയനാണ്. ആരോ ഇല്ലാത്ത റീജിയൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കളക്ടർ റീജിയനാണ്. ഇത് ഏറ്റവും ബേസിക്കാണ്. ഞാൻ പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് PNP ട്രാൻസിസ്റ്റർ. ഇൻ PNP ട്രാൻസിസ്റ്റർ സിമിലർ ഡയഗ്രാമാണ്. ഓൺലി എമിറ്ററിൻ്റെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. ഈ ആരോ മാർക്ക് എവിടെയുണ്ടോ അതാണ് എമിറ്റർ റീജിയൻ. ആൻഡ് ഹിയർ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ഇൻവേർഡ്സ്. ഉള്ളിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉള്ളത്. ആൻഡ് ദിസ് ഈസ് ബേസ്, ആൻഡ് ദിസ് ഈസ് കളക്ടർ, ആൻഡ് ദിസ് ഈസ് PNP ട്രാൻസിസ്റ്റർ. കോമൺ ആപ്ലിക്കേഷനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് NPN ട്രാൻസിസ്റ്ററാണ്. കാരണം എന്താണ്, ഇതിനകത്ത് മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. എന്തോ ഇലക്ട്രോൺസ് മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഹോളിനേക്കാളും ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി ഹോളിനേക്കാളും കൂടുതലാണ്. കാരണം ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ഒരു N ടൈപ്പ് മെറ്റീരിയൽ ആകുമ്പോൾ അതിന് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ബട്ട് P ടൈപ്പ് മെറ്റീരിയൽ ആണ് മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആയ കാരണം. ഹോൾസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ കറണ്ട് ഫ്ലോ ത്രൂ ദി വാലൻസ് ബാൻഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ ആണ്. അപ്പം ആ ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി, അതിലൂടെയുള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. സോ അതിൻ്റെ വെലോസിറ്റി കുറവായത്, ഹോളിൻ്റെ വെലോസിറ്റി കുറവായത് കാരണം തന്നെ കറണ്ടിൻ്റെ ഫ്ലോ കുറവായിരിക്കും കമ്പയർഡ് ടു N ടൈപ്പ് റീജിയൻ. സോ കോമൺലി നമ്മൾ കൂടുതലും ഇപ്പം NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ FET എടുക്കുകയാണെങ്കിൽ N ചാനൽ FET, മോസ്ഫെറ്റ് എടുക്കുകയാണെങ്കിൽ N ചാനൽ മോസ്ഫെറ്റ്, അതൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം നമ്മൾ കമ്പയർ ടു P ചാനലിനെ കമ്പയർ ചെയ്യുമ്പോൾ N ടൈപ്പ് മെറ്റീരിയലാണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുക.
ഡ്യൂ ടു ദി ഫാസ്റ്റ് ഓപ്പറേഷൻ. നമ്മൾ ഇനിയൊക്കെ അങ്ങോട്ടേക്ക് പോകുന്തോറും നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിരിക്കും. നമ്മുടെ ഇപ്പോൾ ഈവൻ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ അല്ലെങ്കിൽ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ICs ഒക്കെ അതിൻ്റെ ഉള്ളിലെ ഇതെന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അറയാണ് ഉള്ളത്. ആ അറയുടെ കോമ്പിനേഷൻസാണ് ഉള്ളത്. ആ അറയുടെ കോമ്പിനേഷൻ വെച്ചാണ് എല്ലാ സർക്യൂട്ടും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് ഓപ്പറേഷന് നമ്മൾ കൂടുതലും N ടൈപ്പ് മെറ്റീരിയൽ, NPN ട്രാൻസിസ്റ്റർ, N ചാനൽ FET, N ചാനൽ MOSFET അതുപോലത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. അതുപോലെ സർട്ടൻ ആപ്ലിക്കേഷനിൽ P ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യമാണ് എൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതിനകത്തൊന്നും ഡൗട്ടില്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ പറയുമ്പോൾ ഒരു എമിറ്റർ റീജിയൻ ഉണ്ട്, ബേസ് റീജിയൻ ഉണ്ട്, കളക്ടർ റീജിയൻ ഉണ്ട്, NPN. ഓക്കെ, ഇവിടെ ഒരു എമിറ്റർ ബേസ് ജംഗ്ഷനുണ്ട്. അപ്പം കാരണം ഇവിടെ ഒരു PN ജംഗ്ഷനുണ്ട്, അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷനുണ്ട്, ഇവിടെ ഒരു PN ജംഗ്ഷനുണ്ട്. അപ്പോൾ രണ്ട് PN ജംഗ്ഷൻ്റെ കോമ്പിനേഷനാണ് ഒരു NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് നമ്മൾ ഈക്വലൻറ്റ് സർക്യൂട്ട്, ഇതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഓക്കെ, ഇതൊരു N റീജിയനാണ്, ഇതൊരു P റീജിയനാണ്, അതുപോലെ തന്നെ ഒരു PN റീജിയനോടെ ഉണ്ട്. സോ യു ക്യാൻ draw like this. So this is the emitter region and this is the base region. So sorry, this is the collector region. I have drawn in the above figure. This is the collector region. So and this is the emitter region. ഓക്കെ, രണ്ട് ഡയോഡ് തിരിച്ചു വച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് NPN ട്രാൻസിസ്റ്റർ. കാരണം എന്താ, ഇതൊരു PN ജംഗ്ഷനാണ്. കളക്ടർ ബേസ് റീജിയൻ എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷനാണ്, അതുപോലെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു PN ജംഗ്ഷനാണ്. അപ്പോൾ രണ്ട് PN ജംഗ്ഷനാണുള്ളത്. സോ ട്രാൻസിസ്റ്റർ ഹാവിങ് 2 PN ജംഗ്ഷൻ. ഏതൊക്കെയാണ്? എമിറ്റർ ബേസ്, കളക്ടർ ബേസ്, രണ്ട് PN ജംഗ്ഷൻ. അപ്പോൾ രണ്ട് ജംഗ്ഷൻ ഉള്ള കാരണം തന്നെ നമുക്ക് 4 കോമ്പിനേഷനിൽ ഇത് ബയാസ് ചെയ്യാം. വേണമെങ്കിൽ എമിറ്റർ ബേസും കളക്ടർ ബേസും ഫോർവേഡ് ബയാസ് ആക്കാം, അല്ലെങ്കിൽ എമിറ്റർ ബേസും കളക്ടർ ബേസും റിവേഴ്സ് ബയാസ് ആക്കാം, അല്ലെങ്കിൽ എമിറ്റർ ബേസ് ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് റിവേഴ്സ് ബയാസ് ആക്കാം, അല്ലെങ്കിൽ എമിറ്റർ ബേസ് റിവേഴ്സ് ബയാസും കളക്ടർ ബേസ് ഫോർവേഡ് ബയാസും ആക്കാം. അങ്ങനെ 4 കോമ്പിനേഷനിൽ ഇത് ബയാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 കോമ്പിനേഷനിലും ബയാസ് ചെയ്യുമ്പോൾ ഓരോരോ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബയാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ഓരോ ജംഗ്ഷൻ ബയാസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇഫ് ഐ ഹാവ് emitter base junction and we can have collector base junction and we can have what region of operation ആണ് അത് വർക്ക്, region of operation. Then we can have application. ആ region of operation വർക്ക് ചെയ്യുമ്പോൾ എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. Then first of all, if both emitter based junction and collector based junctions are in forward bias, FB എന്ന് പറഞ്ഞാൽ forward bias ആണ് ഉദ്ദേശിക്കുന്നത്. So like forward bias ആണെങ്കിൽ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ആ റീജിയൻ ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് വിൽ ബി സാച്ചുറേറ്റഡ്, കറണ്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള റീജിയനെയാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ. അതിൽ കൂടുതലൊരു കറണ്ട് ആ ട്രാൻസിസ്റ്ററിലൂടെ പോകാനില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് ബോത്ത് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ആൻഡ് കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഈസ് ഇൻ ഫോർവേഡ് ബയാസ്, then the region of operation is saturation region. That means that is the maximum current flowing through the circuit. അതിപ്പോൾ സ്വിച്ച് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ്, സ്വിച്ചിങ് ആപ്ലിക്കേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ പഠിച്ചായിരുന്നു. അപ്പോൾ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോൾ മാക്സിമം കറണ്ടാണ് അതിലൂടെ പോകുന്നത്. ആ കണ്ടീഷനിലാണ്
നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നു. അപ്പോൾ ബോത്ത് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ ദാറ്റ് ഈസ് സാച്ചുറേഷൻ റീജിയൻ. ദെൻ ബോത്ത് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ റിവേഴ്സ് RB എന്ന് ഉദ്ദേശിക്കുന്ന റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. അതും ട്രാൻസിസ്റ്റർ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുമ്പോൾ തന്നെയാണ്, അതിലൂടെ കറണ്ട് ഒന്നും പോവില്ല. കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത റീജിയനാണ്, കറണ്ട് കട്ട് ചെയ്ത റീജിയനാണ്. അപ്പോൾ രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അത് കറണ്ട് അതിലൂടെ പോവില്ല, അതായത് സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥ പോലെയാണ്. അപ്പം ആ റീജിയനാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ emitter based junction is in forward bias and collector based junction is reverse bias. That region is known as active region of operation. Active region എന്ന് പറയുന്ന ആ റീജിയനാണ്. അതായത് എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആവുന്ന റീജിയനാണ് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ആംപ്ലിഫയർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ റീജിയനാണ്. ഓക്കെ, ആക്റ്റീവ് റീജിയൻ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റീജിയൻ. ട്രാൻസിസ്റ്റർ ഡെവലപ്പ് ചെയ്തത് തന്നെ ആംപ്ലിഫിക്കേഷൻ എന്ന പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ വാക്യൂം ട്യൂബ്സ് ഒക്കെ ആയിരുന്നു ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം വാക്യൂം ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ കണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തതിന് ശേഷം അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അത് വാക്വത്തിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ബൾക്കി ആയിട്ടുള്ള സർക്യൂട്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അത് ഭയങ്കരമായിട്ട് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരുന്നു, ലെസ് ആക്യുറേറ്റ് ആയിരുന്നു. അങ്ങനത്തെ ലോട്ട്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ബിഫോർ ദി ഇൻവെൻഷൻ ഓഫ് ട്രാൻസിസ്റ്റർ നമ്മൾ വാക്യൂം ട്യൂബ്സ് ഒക്കെയാണ് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പഴയ ടൈപ്പ് ടി വിയിൽ അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ റേഡിയോസിലൊക്കെ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദെൻ കംസ് സെമി കണ്ടക്ടർ ഡെവലപ്മെൻറ്റ്, മെറ്റീരിയലിലെ ഡെവലപ്മെൻറ്റും സെമി കണ്ടക്ടർ ഡിവൈസിലെ ഡെവലപ്മെൻറ്റാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് സഹായിച്ച്. ദെൻ ട്രാൻസിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സ്മോളായിട്ടുള്ള ചിപ്പിൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ പർപ്പസൊക്കെ വളരെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി വിത്തൗട്ട് കൺസ്യൂം ഹയർ പവർ, and the temperature of operation is also very much lesser and accuracy is also very much great. And അപ്പോൾ ട്രാൻസിസ്റ്റർ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് തന്നെ ആക്റ്റീവ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നത് തന്നെ. ഓക്കെ, എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എമിറ്റർ ബേസ്ഡ് ജംഗ്ഷനാണ് സാധാരണ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് റീജിയനായിട്ട് സെറ്റ് ചെയ്യുക. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷനാണ്. കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട്. ഔട്ട്പുട്ട് റീജിയനായിട്ട് കളക്ട് ചെയ്യുക. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ് ആവും. ഇപ്പോൾ ആക്റ്റീവ് റീജിയനിലാണ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഫോർവേഡ് ബയാസാണ്, ഇത് റിവേഴ്സ് ബയാസാണ്. നമുക്കറിയാം ഫോർവേഡ് ബയാസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. റെസിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ. Here, collector based junction is the reverse bias, the resistance is very higher. You know that resistance is very higher. Okay, but the current will be same ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും രണ്ട് ജംഗ്ഷനിലൂടെ പോകുന്നത്. അതായത് അതിൻ്റെ റെസിസ്റ്റൻസ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ബട്ട് കറണ്ട് വിൽ ബി സെയിം ആയിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് കറണ്ട് സെയിം ആവുന്നത് എന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് അതിനു മുമ്പ് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ആക്റ്റീവ് റീജിയനിലാണ് ശരിക്കും ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പേര് വരേണ്ട കാര്യമുള്ളൂ. പക്ഷേ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് തന്നെ ആക്റ്റീവ് റീജിയനിൽ വർക്ക് ചെയ്യാനാണ്. എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ്ഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസും ആയിരിക്കും. ഫോർവേഡ് ബയാസിലെ റെസിസ്റ്റൻസ് നമുക്കറിയാം, റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ബട്ട് റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഓൺലി ദ കറണ്ട് ഫ്ലോ ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി ക്യാരിയേഴ്സ്. ഓക്കെ, ഫൈൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ഇനി ഞാനൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഞാൻ പറയാൻ പോകുന്ന എല്ലാ NPN ട്രാൻസിസ്റ്ററാണ്, വിച്ച് ഈസ് വെരി ഈക്വലൻറ്റ് ടു PNP ട്രാൻസിസ്റ്റർ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് PN ജംഗ്ഷൻ തന്നെയാണ് NPN-ഉം PNP-യിലും ഉള്ളത്. ഓക്കെ, ഇനി
സാധാരണ ഒരു എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ്, അതിൻ്റെ ഡോപ്പിങ്, ഓരോ റീജിയൻ്റെ ഡോപ്പിംഗ് എങ്ങനെയായിരിക്കണം എന്ന് ഉള്ളതാണ് പറയാൻ പോകുന്നത്. എമിറ്റർ റീജിയൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസായിരിക്കും. ട്രാൻസിസ്റ്റർ ബാക്കിയുള്ള റീജിയനെ കമ്പയർ ചെയ്യുമ്പോൾ മീഡിയം സൈസായിരിക്കും, മോഡറേറ്റ് സൈസായിരിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ദെൻ ബേസ് റീജിയനാണുള്ളത്, എമിറ്റർ ബേസ് റീജിയനാണുള്ളത്. ബേസ് റീജിയൻ ഏറ്റവും സ്മോളറായിട്ടുള്ള റീജിയനാണ്, വളരെ സ്മോളർ, അതായത് നടുക്കത്തെ റീജിയൻ, സെൻറ്ററായിട്ടുള്ള റീജിയനാണ് ബേസ് റീജിയൻ എന്ന് പറയുന്നത്. വളരെ സ്മോളായിരിക്കും. അതും വളരെ സ്മോളായിട്ട് ഡോപ്പ് ചെയ്യുക. ഇത് പറയുന്ന വേർഡ് ലൈറ്റ്ലി ഡോപ്ഡ് എന്നാണ്, കാരണം ലൈറ്റാണ് ഓൾമോസ്റ്റ് ഏറ്റവും സ്മോളറായിട്ടുള്ളൊരു സാധനം. സോ ലൈറ്റ്ലി, വളരെ സ്മോളായിട്ട് മാത്രമാണ് ഡോപ്പ് ചെയ്തിട്ടുള്ളൂ. ദെൻ കളക്ടർ റീജിയനാണുള്ളത്. കളക്ടർ റീജിയൻ എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് ബിഗ് സൈസായിരിക്കും. കമ്പയർഡ് ടു the emitter and base region, the size will be big region, and the doping concentration is medium concentration or moderate concentration. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓരോ റീജിയൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, സൈസും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് ഓരോ കാരണങ്ങളുണ്ട്. സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ദെൻ ഞാനൊരു NPN ട്രാൻസിസ്റ്ററിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണ് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇതൊക്കെ നമ്മൾ +2 ലെവലിൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നതാണ്. ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ബേസിക് കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദിസ് ഈസ് മൈ ട്രാൻസിസ്റ്റർ ബാർ. ഓക്കെ, സോ then what are the region? നിങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെയാണ് റീജിയൻ എന്നുള്ളത്, വരയ്ക്കാൻ പോകുന്ന റീജിയൻ. സോ ദിസ് വിൽ ബി മീഡിയം സൈസ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് എമിറ്റർ റീജിയനാണ്. സോ ദിസ് ഈസ് എമിറ്റർ റീജിയൻ. ഇത് ഏറ്റവും സ്മോളർ സൈസാണ്. സോ ദിസ് ഈസ് ബേസ് റീജിയൻ and this is bigger size, that is means collector region. And emitter region, this is NPN transistor, NPN transistor. So emitter region is very highly doped. Highly doped എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനാണ് എമിറ്റർ റീജിയൻ എന്ന് പറഞ്ഞാൽ. ഈ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ ദിസ് ഈസ് ദ റീജിയൻ. ഓക്കെ, ആൻഡ് സം ഹോൾസും ഇതിൻ്റെ കൂടെ കാണും. ഓക്കെ, ദറ്റ് ഈസ് തെർമലി ജനറേറ്റഡ്. ഓക്കെ, തെർമലി ജനറേറ്റഡ് കേരിയേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടൊക്കെ ആയിട്ട് ഡയോഡിനെ സംബന്ധിക്കുമ്പോൾ റിവേഴ്സ് ബയാസിലുണ്ടാക്കുന്ന കറണ്ടിന് കാരണക്കാരനായിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, അത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സ്, അതായത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വളരെ കൂടുതലായിരിക്കും. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് emitter region, and base region is very lightly doped. There is only 3 holes are there because this is P region, and there is the collector region, and collector region is moderately doped. So it will be like that, and its size is very much higher. And consider this is, and the center, ഞാൻ ഇതിൻ്റെ ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട്. സോ this is a 1 PN junction, so we can have a depletion region here, and here also a PN junction. So immediately after forming this, we can have 2 depletion region, D1 and D2. D1 depletion region and D2 is depletion region 2. Okay,
രണ്ട് പി എൻ ജംഗ്ഷൻ ഉണ്ടായാലും രണ്ട് ഡിപ്ലീഷൻ റീജിയനും രണ്ട് പി എൻ ജംഗ്ഷനിലും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന ആക്റ്റീവ് റീജിയനിൽ വർക്കിംഗ് ആണ് ഞാൻ പറയുന്നത്. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസിലാണ് ആക്കുന്നത്. ഫോർവേഡ് ബയാസിലാക്കാൻ എൻ റീജിയനിൽ നെഗറ്റീവും പി റീജിയനിൽ പോസിറ്റീവും കൊടുക്കുക. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, now it is in forward bias. Emitter base junction is in forward bias, and collector base junction is in reverse bias. So reverse bias means in N region we are applying positive charge. It's like that. Okay, hope this is clear. Okay, let's assume we can assume this is in forward bias. ഫോർവേഡ് ബയാസ് ആണ്. ഫോർവേഡ് ബയാസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ റീജിയൻ വളരെ സ്മോളായിട്ട് നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യിക്കായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറയുന്നത് വളരെ നോമിനലായിട്ടുള്ള എക്സാമ്പിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇത്രയൊന്നും അല്ല ഉള്ളത്, എന്നാലും ഞാൻ ജസ്റ്റ് നമ്പേഴ്സ് കൊടുക്കുകയാണ്. എൻ്റെ എമിറ്റർ റീജിയനിൽ 100 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. യു ക്യാൻ ഹാവ് 100 ഇലക്ട്രോൺസ്. ആൻഡ് ബേസ് റീജിയനിൽ ഒരു 3 ഹോൾസും ഉണ്ടെന്ന് വിചാരിക്കുക, 3 ഹോൾസ്. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ? ദിസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ്, ഇവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ആ ഡിപ്ലീഷൻ റീജിയൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു സിലിക്കൺ ബേസ്ഡ് NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആയിരിക്കും. ആ കട്ടിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആഫ്റ്റർ 0.7 വോൾട്ടേജ് നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വരുവാണെന്ന് വിചാരിക്കാം. ഈ വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വന്ന് ആഫ്റ്റർ 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലൊരു വോൾട്ടേജ് ഈ ഡ്രോപ്പിൽ കൊടുത്ത് വയ്ക്കേണ്ടത് നമുക്ക് ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണ്. സോ ഡയോഡിൻ്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ആഫ്റ്റർ ദിസ് ദ കറണ്ട് ഈസ് ഷാർപ്ലി ഇൻക്രീസ്. ദിസ് ഈസ് ദ കട്ട്-ഇൻ വോൾട്ടേജ്. Okay, so what will happen? Consider there is 100 electrons here. Here it is 3 holes are there. ഈ റീജിയൻ വളരെ സ്മോളർ ആയിട്ടുള്ള റീജിയൻ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 ഹോൾസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് പറഞ്ഞിട്ട് ഇത് രണ്ടും ഇവിടെ ഡിപ്ലീഷൻ റീജിയനും ഉണ്ടാവില്ല. അപ്പോൾ ഈ 100 ഇലക്ട്രോൺസും ട്രൈയിങ് ടു റീച്ച് ഇൻ ടു ദി ബേസ് റീജിയൻ. ബട്ട് ഇവിടെ 3 ഹോൾസ് മാത്രമേ ഉള്ളൂ. ആ 3 ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്ത് 3 ഇലക്ട്രോൺസ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പോവുകയുള്ളൂ, ബേസ് റീജിയനിലേക്ക് പോവുകയുള്ളൂ. ബാക്കി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ബാക്കി ഇലക്ട്രോൺസ് ഈ ബേസ് റീജിയനിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. കാരണം എന്താണ്? ഇതെങ്ങോട്ടേക്ക് പോകാനായിട്ടാണ് നോക്കുന്നത്. ബട്ട് ഇവിടെ 3 ഹോൾസ് മാത്രമുള്ള കാരണം ബാക്കിയുള്ളത് റീറ്റെയിൻ ചെയ്യും. അത്ര നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം 100 ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺസ് ഇവിടെ ഈ ബേസ് റീജിയൻ വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയ കാരണം ആ 3 ഇലക്ട്രോൺസ് മാത്രമാണ് റീകമ്പൈൻ ചെയ്ത് വരികയുള്ളൂ, ഇങ്ങോട്ടേക്ക് ബേസ് റീജിയനിലേക്ക് വരികയുള്ളൂ. അപ്പം ഈ 3 ഇലക്ട്രോൺസ് മാത്രമാണ് ബേസ് റീജിയനിലേക്ക്. ഈ 100 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പോയതിൽ 3 ഇലക്ട്രോൺസ് മാത്രമാണ് 3 ഇലക്ട്രോൺസ് flow to this base region. This is emitter region, this is collector. Then we can have collector region. Okay, ഇവിടെ കളക്ടർ ബേസ് റീജിയൻ എന്ന് പറയുന്ന റിവേഴ്സ് ബയാസ് ആണ്. ഞാൻ അതോടെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവുള്ളൂ. റിവേഴ്സ് ബയാസ് നമുക്കറിയാം. റിവേഴ്സ് ബയാസിൽ എന്താണ് സംഭവിക്കുക? റിവേഴ്സ് ബയാസിൽ
initially only a reverse saturation current, a small current, that is due to the minority carriers. ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഇത് റിവേഴ്സ് ബയാസ് ആയ കാരണം എന്താ സംഭവിക്കുക, റിവേഴ്സ് ബയാസ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓൺലി ഇത് റിവേഴ്സ് കറണ്ട് മാത്രമാണ് ഉള്ളൂ. ആ റിവേഴ്സ് കറണ്ടിൻ്റെ ഫ്ലോ ആണ് I0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുള്ളൂ. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും. ഇഫ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ദാറ്റ് കറണ്ട് വിൽ ബി ഇൻക്രീസ്. ഓക്കെ, അപ്പം നമ്മൾ റിവേഴ്സ് ബയാസ് ആക്കുമ്പം എന്താണ് സംഭവിക്കുന്നത്, ഓൺലി മൈനോറിറ്റി കാരിയേഴ്സ് കറണ്ടാണ് സ്റ്റാർട്ട് ഫ്ലോ. ഈ ബേസ് റീജിയനെ സംബന്ധിച്ചിടത്തോളം അത് പി ടൈപ്പ് റീജിയൻ ആയ കാരണം വാട്ട് ഈസ് ഇറ്റ്സ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് ഇവിടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയ കാരണം സത്യത്തിൽ ഈ ബേസ് റീജിയനിലേക്ക് എന്താണ് മൈനോറിറ്റി കാരിയേഴ്സിനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഫോർവേഡ് ബയാസ് ആക്കി കഴിഞ്ഞ് കൂടുതൽ ഫോർവേഡ് ബയാസ് ആക്കിയിട്ട് ആഫ്റ്റർ കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 0.7 കൂടുതൽ ഇലക്ട്രോൺസ് ബേസ് റീജിയനിലെത്തിക്കും. ബേസ് റീജിയനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്ന മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പോൾ തെർമലി നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഇലക്ട്രോൺസ് എക്സ്റ്റേണലി നമ്മൾ സപ്ലൈ ചെയ്ത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുക, ഇഫ് വി ഇൻക്രീസ് ദിസ് വോൾട്ടേജ് ആൻഡ് ഇഫ് ദി കറണ്ട് സ്റ്റാർട്ട് ടു ഇൻക്രീസ്, ഇപ്പം 100 ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺസ് പോയി, ബാക്കി 97 മൈനോറിറ്റി കാരിയേഴ്സ് ബേസ് റീജിയനിലുണ്ട്. ഓക്കെ, സോ ദിസ് remaining 97 electrons are in base region, that is base region സംബന്ധിച്ചിടത്തോളം അത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. ബേസ് റീജിയൻ്റെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഹിയർ ഇറ്റ് ഈസ് മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പോൾ ഈ മൈനോറിറ്റി കാരിയേഴ്സിനെ ഡെലിബറേറ്റ്ലി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ ദാറ്റ് കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഇൻക്രീസ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഇൻപുട്ട് കറണ്ടിൽ എനിക്ക് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്ന വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഗ്രാഫ് തന്നെയാണ് വരയ്ക്കുന്നത്. I0 അറ്റ് എ പർട്ടിക്കുലർ ഇൻപുട്ട് കറണ്ട്. അതായത് ശരിക്കും ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂട്ടി മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഇത് കൂടുന്ന പോലെ തന്നെയാണ്. ഇനി അടുത്ത കുറച്ചുകൂടെ ഇൻപുട്ട് കറണ്ട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലോ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം കൂടുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ നമ്മൾ ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും, ഇവിടെ ഞാൻ പറഞ്ഞു 3 ഇലക്ട്രോൺസ് മാത്രമാണ് റീകമ്പൈൻ ചെയ്ത് പോവുകയുള്ളൂ, ബാക്കി 97 ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ദിസ് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യും. സോ ദിസ് 97 ഇലക്ട്രോൺസ് വിൽ ഗോ ടു ദി കളക്ടർ റീജിയൻ. ദിസ് 97 ഇലക്ട്രോൺസ് വിൽ ഗോസ് ടു ദി കളക്ടർ റീജിയൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ റിവേഴ്സ് ബയാസ് ആണ്, ബട്ട് ഇവിടെ റിവേഴ്സ് കറണ്ടാണ് നമ്മൾ കൂട്ടുന്നത്. റിവേഴ്സ് കറണ്ട് എങ്ങനെയാണ് കൂട്ടുന്നത്, ഈ ഇൻപുട്ട് കറണ്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിവേഴ്സ് കറണ്ടും കൂടും. അപ്പോൾ ഇൻപുട്ട് കറണ്ട് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടും കൂടും. അപ്പം ഞാൻ പറഞ്ഞു 100 ഇലക്ട്രോൺസ് എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ചാർജിനെ എമിറ്റ് ചെയ്യുന്ന റീജിയനാണ് എമിറ്റർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ചാർജ് എമിറ്റ് ചെയ്യുന്ന എമിറ്റർ റീജിയനിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ചാർജുകളെല്ലാം കളക്ട് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ കളക്ടർ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കളക്ടർ റീജിയൻ ബിഗ്ഗർ സൈസായിട്ട് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വരുന്ന കെരിയേഴ്സിനെയൊക്കെ കളക്ട് ചെയ്യാനുണ്ട്, എമിറ്റ് ചെയ്യുന്ന കെരിയേഴ്സിനെ എല്ലാം കളക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ബിഗ്ഗർ റീജിയനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബിഗ്ഗർ റീജിയനായിട്ട് വെച്ചിരിക്കുന്നത് ഹീറ്റ് ഡെസിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കളക്ടർ റീജിയൻ സ്മോളർ റീജിയൻ ആണെങ്കിൽ ഒത്തിരി കെരിയേഴ്സ് വന്ന് ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളക്ടർ റീജിയൻ ബിഗ്ഗറായിട്ട് വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എമിറ്റർ റീജിയനേക്കാളും കുറവായിട്ട് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി എമിറ്റർ റീജിയനെ പോലെ തന്നെ വളരെ കരിയർ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കരിയേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി എമിറ്റർ റീജിയനേക്കാളും കുറവായിട്ടും വെക്കാനായിട്ടുള്ള
വേറൊരു കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു 100 ഇലക്ട്രോൺസ് പോയത് 3 ഇലക്ട്രോൺസ് മാത്രമാണ് ബേസിലേക്ക് പോയുള്ളൂ, ബേസിൽ നിന്ന് പോയുള്ളൂ. ബാക്കിയുള്ള 97 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് പോയത്. ഓക്കെ, സോ consider there is 100 electrons. 100 electrons goes in this region, that is emitter region. Apart from this, 3 electrons will go to this region, base region, and the remaining 97 electrons are going to this collector region. Okay, and this is the transistor. ഇവിടെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഓരോ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം ഈ എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. സോ ഐ കറണ്ട് ഈസ് ലൈക്ക് ദിസ്, ആൻഡ് ഐ ബി കറണ്ട് ഈസ് ലൈക്ക് ദിസ്, ആൻഡ് ഐ സി കറണ്ട് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ശരിക്കും ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഐ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് ഈക്വൽ ടു ഐ സി പ്ലസ് ഐ ബി ആയിരിക്കും. ദിസ് ഈസ് ഓൾവേസ് ട്രൂ. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്, ആൻഡ് ഐ ബി കറണ്ട് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിളി സ്മോൾ. 3 ഇലക്ട്രോൺസ് നമുക്ക് കൂടുമെന്ന് പറഞ്ഞു, it's very small, and so we can say that the emitter current is approximated to the collector current. This approximation is taken in almost all the problems. Okay, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ട്രാൻസിസ്റ്റർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ആരൊന്നും? ഓക്കെ ഓക്കെ ഇനി ഈ ട്രാൻസിസ്റ്റർ ഞാൻ പറഞ്ഞു ഇപ്പോൾ ആംപ്ലിഫയർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ഒക്കെ ആക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ബയാസിങ് കോൺഫിഗറേഷൻ ഉണ്ട്. ഓക്കെ, ബയാസിങ് കോൺഫിഗറേഷൻ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ചെയ്യുക? അപ്പം കോമൺ ആയിട്ട് നമുക്ക് എമിറ്ററിനെ എടുത്ത് ബയാസ് ചെയ്യാം, കോമൺ ആയിട്ട് ബേസിനെ എടുത്ത് ബയാസ് ചെയ്യാം, കോമൺ ആയിട്ട് കളക്ടറിനെ എടുത്ത് ബയാസ് ചെയ്യാം. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ ഉണ്ട്, അതിനെ നമ്മൾ സി ബി കോൺഫിഗറേഷനാണ്, സി ബി ബയാസിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഉണ്ട്, ദറ്റ് ഈസ് CE configuration, and we can have common collector configuration, that is CC configuration. ഓക്കെ, ഇത്രയും രീതിയിലാണ് ബയാസ് ചെയ്യുക. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം വരച്ച കോമൺ ബേസ് കോൺഫിഗറേഷനാണ്. ഇപ്പോൾ ഞാൻ ഒരു ട്രാൻസിസ്റ്റർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുകയാണ്. So this is an NPN transistor, and this is the base region. That means this is the emitter region and this is the collector region. So in this emitter base junction is in forward bias. Forward bias means emitter region le negative കൊടുക്കും, base region le ഇത് കൊടുക്കും. Then collector base junction is reverse bias. This is NPN transistor. എന്തുകൊണ്ടാണ് NPN എന്ന് പറഞ്ഞാൽ എമിറ്ററിൽ നിന്ന് ഔട്ട്വേർഡ് കറണ്ട് ഫ്ലോ ആയാലാണ് നമ്മൾ NPN ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞത്. ദെൻ P റീജിയനിൽ here we can see that the base region is common to this emitter region and collector region. അതാണ് കോമൺ ആയിട്ട് എടുത്താണ്, കോമൺ പോയിന്റ് ആയിട്ട് എടുത്താണ്. ആൻഡ് ദിസ് ഈസ് ഗ്രൗണ്ടഡ്. ഓക്കെ, ദിസ് ഈസ് കളക്ടർ സപ്ലൈ, ദിസ് ഈസ് എമിറ്റർ സപ്ലൈ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആക്കാനും ദിസ് ജംഗ്ഷൻ EB ജംഗ്ഷൻ
ഫോർവേഡ് ബയാസ് ആക്കാൻ കളക്ടർ പ്ലേസ് ജംഗ്ഷൻ CB ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സപ്ലൈ കൊടുത്തതാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ് റീജിയൻ ഈസ് കോമൺ. That is why it is known as common base configuration. Okay, so we can see that here the I current is flowing in this direction, I current, IB current is in this direction, and IC current is in this current direction. So we can know that I is nothing but IC plus IB. Okay, so we can know that IB is very small, so IC is almost approximated to IE. Here we can say that this is the input region. Here I am applying input, here I am taken output. Output is from this region. Input region idana. So input region le input current aanu IE ennu parayunnu. Here the input current is IE, output current is IC. Okay, so what is the current gain if we take the common base configuration as an amplifier ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കറണ്ട് ഗെയിൻ ഈസ് denoted as alpha for a common base configuration. CB configurationലെ കറണ്ട് ഗെയിൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ ഈസ് നത്തിങ് ബട്ട് the output current by the input current IC by IE. We know that IE is nothing but IC plus IB, isn't it? So we can know that where IB is also very small, and so the alpha value is always less than 1, and it is approximated to 1 because this IB value is very small, and it's generally 0.95 to 0.99 or something like that alpha value. Okay, so in common base configuration the current gain is lesser than 1. Current amplification nadakkunnilla, but voltage amplification will be definitely there. Why voltage amplification is there? Because this emitter base junction is in forward bias, so that input resistance is very small, that R, if we consider the R as consider this is R in, that is emitter base junction resistance, and this is the current IE current, so the voltage is IE into RIN, that is very much smaller. Here this R, here we can say that this R out, that is the output resistance, that is in collector base junction resistance, that is very much higher because this is in a reverse bias, so that that IC into R out is a very much higher value, because in this case R out is very much greater than Rin, because R out is the resistance for a reverse bias, Rin is the resistance for the forward bias. So we will get, here it is V input voltage and here it is V output voltage. So the V output will be very much greater than V in. So the voltage amplification will be achieved by this common base configuration, but current gain is lesser than 1 because the current gain will not happen in the common base configuration. Okay, അപ്പോൾ കറണ്ട് ഗെയിൻ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വോൾട്ടേജ് ഗെയിൻ ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ് because of this reason. Okay, hope this is clear, and this alpha value is nothing but, you have to mention the alpha value is nothing but IC by IE. This is the alpha value, IC by IE. So this is very important. There is a relation between alpha, beta and gamma, and beta is nothing but the current gain in a common emitter configuration. Okay, it's just for your understanding. നിങ്ങൾ ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. Then
നിങ്ങൾക്ക് കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ആംപ്ലിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഈസ് ആൽഫ, കറണ്ട് ഗെയിൻ പാരാമീറ്റർ. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന പ്രോബ്ലങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കോൺഫിഗറേഷൻ എങ്ങനെ നടത്താൻ പറ്റും? എമിറ്റർ ഷുഡ് ബി കോമൺ. സോ കൺസിഡർ, ഞാൻ ഈ ട്രാൻസിസ്റ്റർ ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ്, ബെറ്റർ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So this is my NPN transistor, this is the emitter region, this is the base region, and this is the collector region. So emitter base junction should be in forward bias, isn't it? So this base region is given to the positive. Okay, and the collector base junction should be in a reverse bias. So collector is N region, so N region is reverse bias. So I am applying a very high positive voltage to this collector region, and the emitter is common, taken as common, and it is grounded. So emitter is common to both input and output. Here it is input, here we get the input, and here it is output. Here the input current is nothing but, here the IB is going in this direction, IE is going in this direction, and IC is going in this direction. And here it is also, we know that IE is nothing but IC plus IB. From this current direction we know that this is IC, this is IB, and this is IE. So IC is nothing but, here the output current is IC. From this figure we know that output current is IC, and what is input current? Input current is IB. So what is the current gain? So the current gain here in common emitter configuration, C കോൺഫിഗറേഷനിൽ കറണ്ട് ഗെയിന് ബീറ്റ എന്നാണ് പറയുന്നത്. കോമൺ ബേസിന് ആൽഫ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ IC/IB. As we all know, IB is very much a smaller value. IB is a very much a smaller value, so beta value is very much higher. IB is very small, base current will be very small, so the beta value will be very large. Okay, beta value very large ആയിരിക്കും. So in a common emitter configuration, the current gain is always very much higher, and obviously the voltage gain is also higher. വോൾട്ടേജ് ഗെയിൻ ഹയർ ആയിരിക്കും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. നമ്മൾ കോൺഫിഗറേഷനിൽ നമ്മൾ ഓരോ കണ്ടീഷനിലും നമ്മളിത് വരും. ഓക്കെ ഓക്കെ സോ ദ കറണ്ട് ഗെയിൻ ബീറ്റ ഈസ് ഈക്വൽ ടു IC/IB. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ, സംടൈംസ് ദ ക്വസ്റ്റ്യൻ വേർ ആസ്ക് റിലേഷൻ ബിറ്റ്വീൻ alpha and beta. What is the relation? Sometimes alpha will be given, you have to find out beta. Okay, for that we know that in every transistor IE is nothing but IC plus IB. This is the known equation, very known equation. And consider the equation 1 is divided by IC. What will happen? Then we know that IE by IC, IC by IC, IB plus IB divided by IC. Okay, we know that IC by IE is nothing but common base configuration le current gain aanu. Common base configuration le current gain ennu parayunnathu alpha aanu. Okay, then what is IC/IB? Common base, common emitter le current gain aanu. So that is nothing but beta. These things we already discussed. So this is the IE by IC. IC by IE is alpha, so that is 1 by alpha, and this is 1.
IC by IB and beta, so IB by IC is 1 by beta. Hope this is clear. Then what is alpha? Alpha is nothing but beta divided by 1 plus beta. Okay. Generally beta value എന്ന് പറയുന്നത് is higher than 50 ഒക്കെ ആയിരിക്കും. is in between. ബീറ്റയുടെ വാല്യൂ സാധാരണ 50 to 500 ആയിരിക്കും. so it's beta 500 ഒക്കെ ആയിരിക്കും. generally ബീറ്റയുടെ വാല്യൂ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ബീറ്റയുടെ വാല്യൂ അത് ഡാറ്റ ഷീറ്റിലുണ്ടാവും. വാട്ട് ഈസ് ദ ബീറ്റ വാല്യൂ എന്ന് പറയും. ഓക്കെ. സോ ബീറ്റ വാല്യൂ ഈസ് നത്തിങ് ബട്ട് 15500 ആ ഒരു ലെവലിലായിരിക്കും. ഫോർ എക്സാമ്പിൾ 100 ആയിട്ട് എടുക്കുക. വാട്ട് ഈസ് ലെറ്റ് beta is 100. okay, then what is the alpha value? Alpha value is nothing but 100 divided by 100 and 1, 100 plus 1. It's almost 0.99 or something like that. It's like that. okay, ഞാൻ പറഞ്ഞു ആൽഫയുടെ വാല്യൂ ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും, ബട്ട് ഇറ്റ്സ് വെരി കമ്പയർഡ് ടു 1 ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ റിലേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. okay, then what is beta from that? so let we can calculate alpha into 1 plus beta is equal to beta. see, okay, that is alpha by plus alpha beta, so that beta is equal to alpha minus 1 is equal to minus alpha. that is beta is nothing but alpha divided by 1 minus alpha. okay, ബീറ്റ എന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പോൾ 0.99 എടുത്തു എന്ന് വിചാരിക്കുക. സോ 0.99 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.99 ദാറ്റ് ഈസ് ലെറ്റ് ആൽഫ ഈസ് 0.99. then what is beta? Beta is nothing but 0.99 1 minus 0.99 is 0.01, that is approximately is 99, approximately 100. okay, so from that once if alpha is given, we can easily calculate beta. if beta is given, it is also calculated, we can also calculate alpha. so this is very important equation, and this is also important equation. okay, hope this is clear. alpha എന്ന് പറയുന്നത് is nothing but common base configurationലെ കറണ്ട് ഗെയിൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ ആണ്. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ സാധാരണ നമ്മൾ ജനറലി യൂസ് ചെയ്യാറില്ല. ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ അതിൻ്റെ പക്ഷേ കറണ്ട് ഗെയിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതോടെ എഴുതിയേക്കാം. സി സി കോൺഫിഗറേഷൻ നിങ്ങൾക്ക് പ്രോബ്ലത്തിന് സി സി കോൺഫിഗറേഷൻ ഒരിക്കലും തന്നെ ചോദിക്കാറില്ല, കാരണം അത് കോമൺലി യൂസ് ചെയ്യാറില്ലാത്ത ഒരു കോൺഫിഗറേഷനാണ്. ഇൻ സി സി കോൺഫിഗറേഷൻ ദ ഇൻപുട്ട് കറണ്ട് ഈസ് നത്തിങ് ബട്ട് IC ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് is nothing but IE. so the current gain is gamma, is common character configuration, which is IE by IC. it's approximately 1, because IE is nothing but IE plus IB, where IB value is very much similar to IC. so it is approximately 1. its value is 1.01 or 1.05 or something like that. okay, so here the current gain is also very much lesser, but we can achieve the voltage gain, but some complication is there. okay, I'm not going to the detail of this common collector configuration, because it is not obviously used in a common amplifier circuit. In common amplifier circuit, we are using common base configuration and common emitter configuration. okay, hope this is clear to you. You just
നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരണം. ഈ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുകയാണ്. അപ്പം ഇത് ഞാൻ ശരിക്കും നമ്മൾ ട്രാൻസിസ്റ്ററൊക്കെ നമ്മൾ ക്ലാസ്സുകളുടെ എടുക്കുക. ഇപ്പോൾ MSc ക്ലാസ്സുകളാണെങ്കിലും BSc ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഒരു 8 to 10 അവർ കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഞാൻ 1 അവർ കൊണ്ട് കംപ്രൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിന് കൂടുതൽ അത്യാവശ്യമായുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറേ ബേസിക് നിങ്ങൾക്കറിയാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ക്ലാസ് എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഉറപ്പായിട്ടും ചോദിക്കുക. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.